ഏതൊരു മലയാളിയും ഹെൽത്ത് കോൺഷ്യസ് ആയാൽ ചോദിക്കുന്ന ആദ്യത്തെ ചില ചോദ്യങ്ങളിലൊന്നാണ് വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ കുക്കിങ്ങിന് ഉപയോഗിക്കുന്നത് നല്ലതാണോ മോശമാണോ എന്ന്. ഈ നല്ലവനാ കെട്ടവനാ എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് ഇതിനെ ഒരു ഉത്തരം പറയാൻ സാധിക്കുകയില്ല. പല സ്റ്റഡീസിലും കണ്ടേക്കുന്നത് കോക്കനട്ട് ഓയിൽ കൊളസ്ട്രോൾ ലെവൽസ് കൂട്ടും എന്നാണ്. പ്രത്യേകിച്ച് LDL, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ എന്ന് പറയുന്ന നമ്മൾ ഈ മോശം കൊളസ്ട്രോൾ എന്നൊക്കെ പറയുന്ന LDLൻ്റെ അളവ് കൂട്ടുന്നതായിട്ടാണ് പല സ്റ്റഡീസിലും കാണുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ LDLനോടൊപ്പം HDL, അതായത് നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനും കോക്കനട്ട് ഓയിൽ കൂട്ടുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഒരറ്റത്ത് മോശം കൊളസ്ട്രോളിനെ കൂട്ടുമ്പോൾ മറ്റേ അറ്റത്ത് നല്ല കൊളസ്ട്രോളിനെയും കൂട്ടുന്നുണ്ട്. ഇത് നോൺ ട്രോപ്പിക്കൽ വെജിറ്റബിൾ ഓയിൽസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിനാണ്. നോൺ ട്രോപ്പിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് സൺഫ്ലവർ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഇങ്ങനത്തെ ഓയിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിനാണ് ഈ ഒരു LDL കൊളസ്ട്രോൾ ലെവൽസ് കൂട്ടുന്നു എന്ന് പറയുന്നത്. ഒരു മെറ്റാ അനാലിസിസ് കണ്ടുപിടിച്ചിരുന്നത് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നത് വഴി LDL കൊളസ്ട്രോൾ 10.47 mg/dL വരെ കൂട്ടുന്നു എന്നാണ്. അതേസമയം HDL, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആണെങ്കിൽ 4 mg/dL വരെയും കൂട്ടുന്നു എന്നും ആ മെറ്റാ അനാലിസിസിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് കൊളസ്ട്രോളിനെ ഈ തരത്തിൽ ബാധിക്കുന്നുണ്ട് എങ്കിലും മൊത്തത്തിൽ നോക്കുമ്പോഴത്തേന് ഗ്ലൈസീമിയയുടെ മാർക്കേഴ്സോ ഇൻഫ്ലമേഷൻ്റെയോ ബോഡി ഫാറ്റിൻ്റെയോ മാർക്കേഴ്സിനെ ഒന്നും ഒരു തരത്തിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മാറ്റം കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് വരുത്തുന്നില്ല എന്നാണ് ഈ സ്റ്റഡീസിലും കണ്ടുപിടിച്ചേക്കുന്നത്. ഇനി മറ്റ് സാച്ചുറേറ്റഡ് ഫാറ്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ബട്ടർ പോലുള്ള സാച്ചുറേറ്റഡ് ഫാറ്റുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിലിൻ്റെ എഫക്റ്റ് കുറച്ച് തരക്കേടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ തീർച്ചയായിട്ടും ടോട്ടൽ കൊളസ്ട്രോൾ കൂട്ടുന്നു എന്നുള്ളത് നമ്മളൊന്ന് റിസ്ക് ആയിട്ട് തന്നെ കാണേണ്ടതാണ്. ഇനി എന്താണ് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല കൊളസ്ട്രോളിൻ്റെ എമൗണ്ട് കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. ഇനി കോക്കനട്ട് ഓയിലിനകത്ത് ലോറിക് ആസിഡ് എന്ന് പറയുന്നൊരു കമ്പോണൻറ്റിന് ആൻറ്റി മൈക്രോബിയൽ എഫക്ട്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ സ്കിന്നിൽ തേക്കുന്നതിനും അല്ലെങ്കിൽ നമ്മൾ എഡിബിളായിട്ട് ഉപയോഗിക്കുമ്പോഴത്തേനുമെല്ലാം അതിൻ്റെ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ത്വക്ക് പ്രശ്നങ്ങളായുള്ള എറ്റോപിക് ഡെർമറ്റൈറ്റിസ് പോലുള്ള ത്വക്ക് പ്രശ്നങ്ങൾക്കൊരു പരിധിവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി കോക്കനട്ട് ഓയിൽ സഹായിക്കുന്നു. ഹെയറിൻ്റെയും ഡാമേജ്, മുടിയുടെ എന്തെങ്കിലും ഡാമേജ് ചെറിയ രീതിയിലുള്ളതിനെയൊക്കെ ആണെങ്കിലും കോക്കനട്ട് ഓയിൽ വെച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് ഒരു പരിധിവരെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ചില സ്റ്റഡീസിൽ പറയുന്നത് ഒരു പൊട്ടൻഷ്യൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റൊക്കെ കോക്കനട്ട് ഓയിലിനുണ്ട് എന്നുള്ളതാണ്. പിന്നെ കോക്കനട്ട് ഓയിലിൽ അടങ്ങിയിരിക്കുന്ന മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സും ഒരു പരിധിവരെ വെയ്റ്റ് മാനേജ്മെൻറ്റിന് സഹായിക്കുന്നു എന്ന് ചില സ്റ്റഡീസ് പറയുന്നു. ആൻറ്റി ക്യാൻസർ എഫക്റ്റ് ഉണ്ടെന്നും അതറോ പ്രൊട്ടക്റ്റീവ് എഫക്റ്റും, അതായത് ഹൃദയത്തിൻ്റെ രക്തധമനികളിലുള്ള പ്ലാക്ക് ഫോർമേഷനെയൊക്കെ എതിർക്കുന്ന രീതിയിലുള്ള പ്രോപ്പർട്ടീസൊക്കെ കോക്കനട്ട് ഓയിലിനുണ്ടെന്നും ചില സ്റ്റഡീസ് പറയുന്നുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായ ഒരു ഗൈഡ് ലൈൻ പുറപ്പെടുപ്പിക്കാവുന്ന രീതിയിലുള്ള എവിഡൻസ് ജനറേറ്റ് ചെയ്യാൻ ഇനിയും കൂടുതൽ സ്റ്റഡീസ് ചെയ്താലേ സാധിക്കുകയുള്ളൂ. കേരളത്തിൻ്റെ ഒരു ക്യുസീൻ നോക്കുമ്പോഴത്തേക്കിന് കോക്കനട്ട് ഓയിൽ നമുക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു ഘടകമാണ്. കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിലേ നമ്മുടെ പല ട്രഡീഷണൽ ഡിഷസിൻ്റെയും സ്വാദ് ആ രീതിയിൽ നമുക്ക് നിലനിർത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് നമ്മൾ ഒത്തിരി ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുന്ന വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കിന് ഒരു അഡ്വാൻറ്റേജ് കോക്കനട്ട് ഓയിലിനുള്ളത് കോക്കനട്ട് ഓയിൽ വളരെ സ്റ്റേബിളാണ് എന്നുള്ളതാണ് ഹൈ ടെമ്പറേച്ചറിൽ. അപ്പോൾ അത് നമ്മുടെ ട്രഡീഷണൽ ഡിഷസൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് കുറച്ചുകൂടെ സഹായിക്കുന്ന, അല്ലെങ്കിൽ അതിന് പറ്റിയൊരു ഓയിൽ തന്നെയാണ് കോക്കനട്ട് ഓയിൽ. പക്ഷേ ഈ പറയുന്ന ഹെൽത്ത് റിസ്കുകളും ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ മറ്റ് ഓൾട്ടർനേറ്റീവ്സും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് കൺസിഡർ ചെയ്യേണ്ടതാണ്. അപ്പോൾ അങ്ങനെ കോക്കനട്ട് ഓയിലിന് ഒരു ഹെൽത്തിയർ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് മസ്റ്റാർഡ് ഓയിൽ. അത് സാച്ചുറേറ്റഡ് ഫാറ്റ്സിൻ്റെ അളവ് വളരെ കുറവാണതിൽ. മോണോ അൺസാച്ചുറേറ്റഡും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ അളവ് വളരെയധികം കൂടുതലുമാണ്. വേറൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് സൺഫ്ലവർ ഓയിലാണ്. അത് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിൽ റിച്ചാണ്. ലിപ്പിഡ് മെറ്റാബോളിസം ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുകയൊക്കെ ചെയ്യുകയും ചെയ്യും. വേറൊരു എക്സാമ്പിൾ കനോള ഓയിലാണ്. അതും സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ അളവ് വളരെയധികം കുറവാണ്. കാർഡിയോ മെറ്റബോളിക് റിസ്ക് ഒക്കെ വളരെയധികം കുറവാണ് കനോള ഓയിൽ ഉപയോഗിക്കുന്നതോടുകൂടി. പിന്നെ മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ ഈ പറഞ്ഞതിനേക്കാളിലും ഒക്കെ കുറച്ചുകൂടെ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് റൈസ് ബ്രാൻ ഓയിലാണ്. അത് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സിലും ആൻറ്റി ഓക്സിഡൻസിലും ഒക്കെ വളരെയധികം റിച്ചാണ്. കോക്കനട്ട് ഓയിലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ വളരെ ഹൈ ടെമ്പറേച്ചറിൽ കുക്ക് ചെയ്യുമ്പോൾ ഇത് വളരെ സ്റ്റേബിളായിട്ടുള്ളതുമാണ് റൈസ് ബ്രാൻ ഓയിൽ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നെല്ലാം കൺക്ലൂഡ് ചെയ്യാം, കോക്കനട്ട് ഓയിലിന് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതുപോലെ തന്നെ റിസ്ക്കുകളുമുണ്ട്.
മോശം കൊളസ്ട്രോൾ എന്ന് പറയുന്ന LDL, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ കൂട്ടുന്നതോടൊപ്പം തന്നെ നല്ല കൊളസ്ട്രോൾ എന്ന് പറയുന്ന HDL, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനും കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കൂടുന്നു. കോക്കനട്ട് ഓയിലിൻ്റെ ആൻറ്റി മൈക്രോബിയൽ എഫക്ട്സും ത്വക്കിനും സ്കിന്നിനും അല്ലെങ്കിൽ ഹെയറിനുമൊക്കെ ചെറിയ ബെനിഫിറ്റുകൾ കോക്കനട്ട് ഓയിൽ കാരണമുണ്ട്. കോക്കനട്ട് ഓയിലിന് ഓൾട്ടർനേറ്റീവായിട്ടുള്ള മസ്റ്റാർഡ്, സൺഫ്ലവർ, കനോള അല്ലെങ്കിൽ റൈസ് ബ്രാൻ ഓയിൽ ഒക്കെ ഒരു പക്ഷേ നമ്മുടെ കുക്കിങ്ങിൻ്റെ ഭാഗമാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തിയർ ഓപ്ഷൻസ് ആകുമായിരിക്കും. ഇനി നമ്മുടെ ഓവറോൾ വെൽബീയിങ്ങിന് ഈ ഓയിലുകളുടെ എല്ലാം ഒരു ബാലൻസ് എത്തിക്കുന്നതായിരിക്കാം ഒരു പക്ഷേ നല്ലത്.